ഹായ് ഓൾ, ദിസ് ഈസ് സ്വാതി ഫ്രം തിജൂസ് അക്കാഡമി. നമുക്ക് OET സ്പീക്കിങ്ങിൽ ബി ഗ്രേഡ് അല്ലെങ്കിൽ ഹയർ ഗ്രേഡ് കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ ആക്യുറേറ്റ് എക്സ്പ്രഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, ഡോണ്ട് സ്റ്റോപ്പ് ടേക്ക് യുവർ മെഡിക്കേഷൻ. നമ്മളൊരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പേഷ്യൻറ്റിനോട് പറയുവാണ് ഈ മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാകും, അല്ലെങ്കിൽ ഈ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മളെങ്ങനെ പറയും? എല്ലാവർക്കും വരുന്ന ഒരു മിസ്റ്റേക്കാണ് ഡോണ്ട് സ്റ്റോപ്പ് ടേക്ക് യുവർ മെഡിക്കേഷൻ എന്നാണ് പറയുന്നത്. അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഡോണ്ട് സ്റ്റോപ്പ് ടേക്കിംഗ് യുവർ മെഡിക്കേഷൻ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. അടുത്തൊരു സെൻറ്റൻസ് നോക്കിയേ, ദിസ് വിൽ ഹെൽപ്പ് ടു റിക്കവർ യുവർ വൂണ്ട്. സോ അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്, കാരണം നമ്മൾ റിക്കവർ യുവർ വൂണ്ട് എന്ന് പറയത്തില്ല. ദിസ് വിൽ ഹെൽപ്പ് ടു ഹീൽ യുവർ വൂണ്ട്. ഇത് വൂണ്ട് ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കും, അങ്ങനെയാണ് പറയേണ്ടത്. ദ സൈഡ് എഫക്ട്സ് ആർ ക്വയറ്റ് ലോ. നമ്മളൊരു പേഷ്യൻറ്റിനോട് സൈഡ് എഫക്ട്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ് ഇതിന് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, അപ്പോൾ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? ഈ ലോ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ മെഡിക്കൽ സിനാരിയോയിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് തീരെ ഇല്ല അങ്ങനൊന്നും പറയാറില്ല. ഒന്നെങ്കിൽ നമുക്ക് ദ സൈഡ് എഫക്ട്സ് ആർ ക്വയറ്റ് മൈൽഡ്, അല്ലെങ്കിൽ ദ സൈഡ് എഫക്ട്സ് ആർ മിനിമൽ. നമ്മൾ പറയത്തില്ലേ മൈൽഡ് സൈഡ് എഫക്ട്സ് ആണ് ഇതിനുള്ളതെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ പറയുന്ന പോലെ ദ സൈഡ് എഫക്ട്സ് ആർ ക്വയറ്റ് മൈൽഡ് അല്ലെങ്കിൽ ദ സൈഡ് എഫക്ട്സ് ആർ മിനിമൽ, ഇങ്ങനെ നമുക്ക് പറയാം സെൻറ്റൻസ്. ഐ വിൽ കീപ്പ് ആൻ ഐ ഫോർ ഹിം. അവന് വേണ്ടിയിട്ട് അവനെ നോക്കുകയല്ല ചെയ്യുന്നത്, ഐ വിൽ കീപ്പ് ആൻ ഐ ഓൺ ഹിം. അവനിൽ എനിക്കൊരു കണ്ണുണ്ട് അല്ലെങ്കിൽ കണ്ണുണ്ടാകും എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു പേഷ്യനോട് പറയത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ബൈസ്റ്റാൻഡർ പറയത്തില്ല ഞാൻ അവനെ നോക്കാം, അല്ലെങ്കിൽ നമ്മൾ നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യനോട് പറയത്തില്ലേ ഞാൻ അവനെ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഞാൻ അവനെ ടേക്ക് കെയർ ചെയ്തോളാം. സോ ഐ വിൽ കീപ്പ് ആൻ ഐ ഓൺ ഹിം. എൻ്റെ കണ്ണ് അവൻ്റെ മേലിൽ എപ്പോഴും ഉണ്ടാകും. ഫോർ ദിസ് സ്റ്റേജ് ഐ റെക്കമെൻഡ് ടു ടേക്ക് യുവർ മെഡിക്കേഷൻ റെഗുലർലി. ഈ സ്റ്റേജിന് വേണ്ടിയിട്ടല്ല എന്താണ് മെഡിക്കേഷൻ റെഗുലറായിട്ട് എടുക്കണമെന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ഒരു കണ്ടീഷനിൽ ഒരു പേഷ്യൻ്റ് നിൽക്കുവാണ്. അറ്റ് ദിസ് സ്റ്റേജ് ഐ റെക്കമെൻഡ് ടേക്കിംഗ് യുവർ മെഡിക്കേഷൻ റെഗുലർലി. ഫോർ ദിസ് സ്റ്റേജ് അല്ല, അറ്റ് ദിസ് സ്റ്റേജ്, അല്ലാതെ ഈ ഒരു സ്റ്റേജിൽ ഞാൻ നിങ്ങൾക്ക് ഈ മെഡിക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ മെഡിക്കേഷൻ യൂസ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, എടുക്കണം എന്ന് പറയുവാണ്. അറ്റ് ദിസ് സ്റ്റേജ് ഐ റെക്കമെൻഡ് ടേക്കിംഗ് യുവർ മെഡിക്കേഷൻ റെഗുലർലി, അതായത് കണ്ടിന്യൂ ചെയ്യണം, റെഗുലർലി അത് എടുക്കണമെന്നുള്ള അർത്ഥമാണ്. ഇറ്റ് മൈറ്റ് ബി ഹാപ്പൻ അഗെയിൻ. ഒരു പേഷ്യൻ്റ് വരുവാണ്, നമ്മളോട് ചോദിക്കുവാണ് ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ, ഒരു നേഴ്സിനോട് നമ്മളോട് ചോദിക്കുവാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് മൈറ്റ് ബി ഹാപ്പൻ അഗെയിൻ. എല്ലാവരും കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഇറ്റ് മൈറ്റ് ബി പറയും, അങ്ങനെ പറയാനായിട്ട് പാടില്ല. ഇറ്റ് മൈറ്റ് ഹാപ്പൻ അഗെയിൻ. ചിലപ്പോൾ ഇനി അങ്ങനെ വന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടായേക്കാം. സോ ദിസ് ഇസ് ദ കറക്റ്റ് സെൻറ്റൻസ്. As I told to you before, plenty of rest is needed. നമ്മളൊരു പേഷ്യൻറ്റിനോട് പറയുവാണ്, ഞാൻ നേരത്തെ പറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ കുറച്ചുകൂടെ നല്ല റെസ്റ്റ് ആവശ്യമാണ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആസ് ഐ ടോൾഡ് ടു യു ബിഫോർ എന്ന് പറയാൻ പാടില്ല. ആസ് ഐ ടോൾഡ് യു ബിഫോർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലെൻറ്റി ഓഫ് റെസ്റ്റ് ഈസ് നീഡഡ്. നല്ല ആവശ്യത്തിനുള്ള റെസ്റ്റ് നിങ്ങൾക്ക് വേണം, ഇതാണ് കറക്റ്റ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ് ഐ എക്സ്പ്ലെയിൻഡ് ബിഫോർ, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ പ്ലെൻറ്റി ഓഫ് റെസ്റ്റ് ഈസ് നീഡഡ്, ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ നല്ല റെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഷവർ ദ വുഡ് മൈറ്റ് വിൽ ഗെറ്റ് ഇൻഫെക്റ്റഡ്. നമ്മളെപ്പോഴും കോമൺലി അല്ലെങ്കിൽ നമ്മളെ പേഷ്യൻ്റ് സംസാരിക്കുന്ന സമയത്ത് വരുന്നതാണ് ദ വൂണ്ട്, അല്ലെങ്കിൽ നമ്മൾ നോർമലി OET സ്പീക്കിംഗ് റോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ദ വുഡ് മൈറ്റ് വിൽ ഗെറ്റ് ഇൻഫെക്റ്റഡ്. ഒരിക്കലും മൈറ്റ് വിൽ ഗെറ്റ് ഒന്നിച്ച് പറയാൻ പാടില്ല, അല്ലെങ്കിൽ മൈറ്റും വില്ലും ഒന്നിച്ച് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഷവർ ദ വുഡ് മൈറ്റ് ഗെറ്റ് ഇൻഫെക്റ്റഡ് എന്ന് പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇഫ് യു ഡോണ്ട് ഹാവ് എ ഷവർ ദ വുഡ് വിൽ ഗെറ്റ് ഇൻഫെക്റ്റഡ് എന്ന് പറയാം. വൈറ്റും വില്ലൂടെ നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഡു യു ഹാവ് ലിറ്റിൽ ബിറ്റ് ഓഫ് പെയിൻ. ഒരു പേഷ്യൻ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ ചോദിക്കുകയാണ്, നമ്മളൊരു പേഷ്യൻറ്റിനെ നമ്മൾ പെയിൻ സ്കെയിലൊക്കെ റേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുന്നതിന് മുന്നേ നമ്മളൊരു പേഷ്യൻറ്റിനോട് ചോദിക്കത്തില്ലേ നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെയിൻ സ്കെയിൽ റേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രയാണ് പെയിൻ സ്കെയിൽ റേറ്റ് ചെയ്യുന്നത് നമ്മൾ ചോദിക്കും. അതിന് മുന്നേ ആയിട്ട് നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കും നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ. നമ്മൾ ഡു യു ഹാവ് ലിറ്റിൽ ബിറ്റ് ഓഫ് പെയിൻ, നിങ്ങൾക്ക് ഇച്ചിരി പെയിൻ ഉണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്,
ഡു യു ഹാവ് എനി പെയിൻ, നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ. ഇത് ഡു യു ഹാവ് ലിറ്റിൽ ബിറ്റ് ഓഫ് പെയിൻ തെറ്റാണ്. കാരണം ഇച്ചിരി പെയിൻ ഉണ്ടോ എന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കത്തില്ല ഒരു പേഷ്യൻറ്റിനോടും. നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ പെയിൻ ഉണ്ടോ, ഡു യു ഹാവ് എനി പെയിൻ. ഏതാണ് കറക്റ്റ് ഏതാണ് ഇൻകറക്റ്റ് സെൻറ്റൻസ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതുപോലുള്ള ചെറിയ ചെറിയ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മിസ്റ്റേക്സ് ഒക്കെയാണ് നമ്മുടെ സ്കോറിനെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇതുപോലുള്ള കുറച്ച് സെൻറ്റൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ടീച്ചേഴ്സ് അക്കാഡമി. ഉറപ്പാണ് വിജയം.